നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചിങ്ങരാശിക്കാരായ മകം നക്ഷത്രം, പൂരം നക്ഷത്രം, ഉത്രത്തിന്റെ 1-ാം നക്ഷത്രപാദത്തിൽ ജനിച്ചവർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്ന ഗ്രഹമാറ്റങ്ങളെയും വക്രമൗഢ്യ സ്ഥിതികളെയും അപഗ്രഥിച്ചതിൽ നിന്നും ഉണ്ടാകാവുന്ന പൊതുഫലത്തെയും അതിലുപരിയായി അവർ ലോട്ടറിയിലൂടെയും മറ്റ് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെയും ധാരാളം ധനം സമ്പാദിക്കാനും കോടീശ്വരന്മാരാകാനും അനുകൂലമായ കാലഘട്ടത്തെയുമാണ് ഞങ്ങൾ പറയുന്നത്. അതുകൂടാതെ വിവാഹത്തിനും സ്ഥലം വാങ്ങുന്നതിനും വീട്, വാഹനം, സ്വത്ത് എന്നിവ സ്വന്തമാക്കുന്നതിനും ജോലിയിലും ബിസിനസ്സിലും ഉയർച്ച ഉണ്ടാകുന്നതുമായ കൃത്യമായ സമയത്തെയും വീഡിയോയിൽ പറയുന്നു. ഇതിൽ പറയുന്ന സമയങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയാൽ ജീവിത വിജയം ഉണ്ടാകുകയും ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങൾ നേടുവാൻ കഴിയുന്നതുമാണ്. ചിങ്ങരാശിക്കാർക്ക് വ്യാഴം ലാഭസ്ഥാനമായ 11-ലും വ്യയസ്ഥാനമായ 12-ലും ജന്മഭാവത്തിലും വരുന്ന വർഷത്തിൽ സഞ്ചരിക്കുന്നു. വ്യാഴം ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്ന ജൂൺ 2 വരെയുള്ള കാലഘട്ടം ഇവർക്ക് ധനപരമായി ഏറെ അനുയോജ്യമാണ്. ഈ സമയം ജീവിതത്തിൽ ഏറെ ഭാഗ്യമുണ്ടാകും. വ്യാഴത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും ലഭിക്കും. അതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ്. വ്യാഴത്തിനോടൊപ്പം സൂര്യനും ബുധനും ശുക്രനും അനുകൂലമാകുന്ന മെയ് 14 മുതൽ ജൂൺ 22 വരെയുള്ള കാലഘട്ടം ജീവിതത്തിൽ ഇവർ കോടീശ്വരന്മാരാകുകയും ജീവിതത്തിലെ എല്ലാവിധ ലക്ഷ്യങ്ങളും നേടിയെടുക്കുകയും ചെയ്യും. ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടിയെടുക്കുന്നതിന് പ്രസ്തുത സമയം അനുകൂലമാണ്. ഈ സമയം ഇവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ സിദ്ധിക്കുന്നതിന് ഇടയാകും. ബമ്പർ ലോട്ടറി വരെ അടിക്കുന്നതിനുള്ള സാധ്യത ഈ സമയത്തുണ്ട്. ഊഹക്കച്ചവടം, സ്ഥലക്കച്ചവടം തുടങ്ങിയവ പോലുള്ള അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ ലഭിക്കാൻ ഇടയാകുകയും ജീവിതത്തിൽ ഏറെ ഐശ്വര്യവാനോ ഐശ്വര്യവതിയോ ആയി തീരുകയും ചെയ്യും. മാത്രമല്ല, ഇതുവരെയും നടക്കാതിരുന്ന വിദേശഗമന യോഗം വരെ ഫലത്തിൽ വരും. 2026 ആണ്ടിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുന്നതിന് അനുയോജ്യമായ സമയമാണ് മേൽ പറഞ്ഞത്. ഇതുവരെ ജീവിതത്തിൽ ഉയർച്ചയില്ല എന്ന് വിഷമിക്കാതെ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും സിദ്ധിക്കും. ചിങ്ങക്കൂറുകാരായ മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായി ഫെബ്രുവരി 13 വരെയും ശേഷം മെയ് 15 മുതൽ ജൂലൈ 16 വരെയും തുടർന്ന് ഒക്ടോബർ 17 മുതൽ നവംബർ 16 വരെയുമുള്ള കാലഘട്ടം അനുകൂലമാണ്. അതിൽ തന്നെ 2026 മെയ് 15 മുതൽ ജൂലൈ 16 വരെയുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലവുമാണ്. ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും പ്രമോഷനും ശമ്പള വർധനവും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും. PSC എഴുതി ജോലിക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതുതായി ജോലി ലഭിക്കുന്നതിനും നിലവിൽ ജോലി ചെയ്തുകൊണ്ട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ജോലി ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകും. പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നല്ല ഉയർച്ച ഉണ്ടാകുന്നതിനും ബിസിനസ്സിൽ അധികാരം ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകും. മാത്രമല്ല, ജാതകയോഗം കൂടി ഉണ്ടെങ്കിൽ പിതൃസ്വത്ത് ലഭിക്കാനും അനുകൂലമായ സമയമാണിത്. ചിങ്ങക്കൂറുകാരായ മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാർക്ക് ബിസിനസ് ചെയ്യുന്നതിനും വിജയിപ്പിക്കുന്നതിനും അതിൽ നിന്നും ഏറെ ധനലാഭം നേടുന്നതിനുമെല്ലാം ഏപ്രിൽ 11 മുതൽ 30 വരെയും ശേഷം മെയ് 15 മുതൽ ജൂൺ 22 വരെയും തുടർന്ന് സെപ്റ്റംബർ 7 മുതൽ 26 വരെയുമുള്ള കാലഘട്ടം അനുകൂലമാണ്. അതിൽ തന്നെ ഏപ്രിൽ 11 മുതൽ 30 വരെയുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലവുമാണ്. ഈ കാലഘട്ടം പരമാവധിയും വേണ്ട രീതിയിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. പ്രസ്തുത സമയങ്ങളിൽ പുതുതായി ബിസിനസ് തുടങ്ങുകയും സ്വന്തം ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിസിനസ്സിൽ വിജയം നേടാൻ സാധിക്കും. ഈ സമയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല കോഴ്സുകളിൽ ചേരുന്നതിനും
PSC എഴുതുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ പരിശ്രമിച്ച് ഈ സമയത്ത് പരീക്ഷ എഴുതിയാൽ അതിലെഴുതുന്ന പരീക്ഷകളിൽ ഒന്നിന് ഉറപ്പായിട്ടും ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. വീഡിയോ തുടരുന്നതിന് മുൻപായി നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പൂർണ്ണ ജാതകത്തിന്റെ PDF, അതായത് ധനസൗഭാഗ്യം നേടുന്നതിനും ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതിനായും പ്രാർത്ഥിക്കേണ്ട ധനദേവത, ധനലഗ്നം, ഉപാസനാമൂർത്തി, ജാതകയോഗങ്ങൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ച സമ്പൂർണ്ണ ജാതകത്തിന്റെ PDF ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ജനനത്തീയതി, ജനനസ്ഥലം, ജനനസമയം, AM PM അടക്കം വാട്സപ്പ് ചെയ്യുക. പുതുതായി വിവാഹം ആലോചിക്കുന്നവർ പുരുഷന്റെയും സ്ത്രീയുടെയും ജനനവിവരങ്ങൾ തന്നാൽ കൃത്യമായ സോഫ്റ്റ്വെയർ അധിഷ്ഠിത വിവാഹ പൊരുത്ത നിർണയവും ചെയ്ത് നൽകുന്നതാണ്. ഇവർക്ക് വിവാഹ സംബന്ധിയായി മാർച്ച് 2 മുതൽ ഏപ്രിൽ 19 വരെയും ശേഷം മെയ് 14 മുതൽ ജൂൺ 8 വരെയും തുടർന്ന് ജൂലൈ 4 മുതൽ സെപ്റ്റംബർ 2 വരെയുമുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമായ സമയമാണ്. പ്രസ്തുത സമയത്ത് ഇതുവരെ വിവാഹം നടക്കാതിരുന്നവർ വിവാഹത്തിനായി ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയാൽ ഉറപ്പായും നല്ല കുടുംബത്തിൽ നിന്നും വിവാഹം നടക്കാൻ ഇടയാകും. വാഹനം വാങ്ങുന്നതിനും പ്രണയം തുറന്നു പറയുന്നതിനും അതല്ലെങ്കിൽ പ്രണയ സാഫല്യം ഉണ്ടാകുന്നതിനും കൂടാതെ ദാമ്പത്യ കലഹങ്ങളെല്ലാം പറഞ്ഞു തീർക്കാനും ഒത്തൊരുമിച്ചു പോകാനും അനുകൂലമായ സമയമാണിത്. എന്നാൽ ചിങ്ങരാശിക്കാർക്ക് നിലവിൽ മാർച്ച് 2 വരെയും ശേഷം ഏപ്രിൽ 19 മുതൽ മെയ് 14 വരെയുള്ള കാലഘട്ടം വിവാഹ സംബന്ധിയായി ഒട്ടും അനുകൂലമല്ല. ഈ സമയത്ത് വിവാഹം നോക്കുന്നവർ വരുന്ന ആലോചനകളെ പറ്റി നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തിയിട്ട് മാത്രമേ ആലോചനകൾ മുന്നോട്ട് കൊണ്ടുപോകാവൂ. പൂർണ്ണമായും തള്ളിക്കളയണമെന്നല്ല പറയുന്നത്. പകരം വരുന്ന ആലോചനകളിൽ നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തുക. ഈ സമയത്ത് വീട്ടിൽ പല രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും വാഹനങ്ങൾക്ക് റിപ്പയർ മുതലായ പ്രശ്നങ്ങൾ വരുന്നതിനും സാധ്യത കാണുന്നു. സ്ത്രീകൾ നിമിത്തം ധനനഷ്ടവും അപമാനവും ഈ സമയത്ത് ഉണ്ടായേക്കാം. പ്രസ്തുത സമയങ്ങളിൽ പുരുഷന്മാർ സ്ത്രീകളുമായി ഇടപഴകുമ്പോഴും സ്ത്രീകൾ പുരുഷന്മാരായിട്ട് ഇടപഴകുമ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ പല രീതിയിലുള്ള ശത്രുതയും ഈ സമയത്ത് ഉടലെടുക്കാം. അടുത്തതായി ചിങ്ങക്കൂറുകാരായ മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാരുടെ ചൊവ്വയുടെയും ബുധന്റെയും സ്ഥിതി അപഗ്രഥിച്ചതിൽ നിന്നും സ്ഥലം വാങ്ങുന്നതിനായി നിലവിൽ ഫെബ്രുവരി 23 വരെയും ശേഷം ജൂൺ 20 മുതൽ സെപ്റ്റംബർ 18 വരെയുമുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമാണ്. ഈയൊരു സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും ഇനി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയത്ത് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഭൂമി നല്ല വിലയ്ക്ക് വിൽപ്പന നടത്താൻ സാധിക്കുന്നതുമാണ്. പ്രസ്തുത സമയങ്ങളിൽ ശത്രുശല്യം കുറയുന്നതിനും തന്റെ ആരോഗ്യം മുൻപില്ലാത്ത വിധം മെച്ചപ്പെട്ടു വരുന്നതായി കാണുവാനും സാധിക്കുന്നതാണ്. വീട് വെക്കുവാനോ സ്ഥലം വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർക്ക് പ്രസ്തുത സമയങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അഗ്നി, ലോഹങ്ങൾ മുതലായതുകൊണ്ട് തൊഴിൽ ചെയ്യുന്നവർക്കും ഈ സമയം അനുകൂലമാണ്. ചിങ്ങക്കൂറുകാർക്ക് രോഗസംബന്ധിയായി മെയ് 11 മുതൽ ജൂൺ 20 വരെ വളരെ ദോഷപ്രദമാണ്. ഈ കാലഘട്ടത്തിൽ ശരീരത്തിന് പല രീതിയിലുള്ള രോഗങ്ങൾ പിടിപെടുന്നതിനും സാധ്യതയുണ്ട്. മനസന്തോഷക്കുറവും അനുഭവപ്പെടും. ഈ സമയത്തിന് മുന്നോടിയായി ജീവിതശൈലി മാറ്റേണ്ടതും പ്രസ്തുത സമയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ട രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ വൈദ്യസഹായം തേടുകയും ചെയ്യുക. ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ജൂൺ 2 വരെയുള്ള കാലഘട്ടം വളരെ ഗുണപ്രദമാണ്. തൊഴിലിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ ഉള്ള വരുമാനം ഗണ്യമായി വർദ്ധിക്കും. മുൻപ് മുടങ്ങിക്കിടന്ന പണം അപ്രതീക്ഷിതമായി കൈവരും. പഴയ കടങ്ങൾ വീട്ടാനും പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങാനും ഈ സമയം സഹായിക്കും. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് ധനം വരാൻ സാധ്യതയുണ്ട്. ജോലിയിൽ സ്ഥാനക്കയറ്റവും ആനുകൂല്യങ്ങളും ലഭിക്കാൻ ഈ സമയം ഉത്തമമാണ്. നിങ്ങളുടെ കഴിവുകൾ അധികാരികൾ തിരിച്ചറിയും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കാനും വലിയ ലാഭം കൊയ്യാനും സാധിക്കുന്ന അവസരങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും.
മേൽപ്പറഞ്ഞ ദോഷങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാൽ അവ മാറുന്നതിനായി നിരാലംബരായവർക്ക് ശനിയാഴ്ചകളിൽ അന്നദാനമോ വസ്ത്രദാനമോ നടത്തുക. കറുത്ത എള്ള് ദാനം ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. ഈ കാലയളവിൽ വളരെ ക്ഷമയോടുകൂടി മാത്രം തീരുമാനങ്ങൾ എടുക്കുക. വർഷത്തിന്റെ 2ാം പകുതി മുതൽ വ്യാഴം ദോഷകരമാകാതിരിക്കാനായി വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുന്നത് ഭാഗ്യാഭിവൃദ്ധി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ചിങ്ങക്കൂറുകാർ വർഷാവസാനം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങളോ മധുരപലഹാരങ്ങളോ ദാനം ചെയ്യുന്നതും നല്ലതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത്തരം ജ്യോതിഷ നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്.